ശ്രീ പി പത്മരാജൻ ചലച്ചിത്രകാരന്മാർക്കിടയിലെ പ്രതിഭയുള്ള എഴുത്തുകാരനായിരുന്നു എന്നതിന് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ തെളിവാണ്. ഇന്ന് കിതാബിലെ കഥകളിൽ അദ്ദേഹത്തിന്റെ പ്രതിമയും രാജകുമാരിയും. വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഇതിലുള്ളൂവെങ്കിലും അവർക്കെല്ലാം തുല്യ പ്രാധാന്യം തന്നെയാണ്. ചുപ്പൻ അതായത് പ്രതിമ, രാജകുമാരി, വൈരം എന്ന അഭ്യാസി, ധീരുലാൽ എന്ന മാർവാടി മുതലാളി, ഇവരൊക്കെയാണ് ആ കഥാപാത്രങ്ങൾ. ഇനി നോവലിന്റെ ഉള്ളടക്കം എന്താണെന്ന് നോക്കാം. വിസ്തൃതമായ മരുഭൂമിയിലെ തമാശക്കോട്ട എന്ന അത്ഭുത സ്ഥലത്തേക്കാണ് സ്വപ്നത്തിലെന്ന പോലെ കഥാകാരൻ വായനക്കാരനെ കൊണ്ടുപോകുന്നത്. മനസ്സിരുത്തി വായിച്ചാൽ നാം ഓരോരുത്തരും തമാശക്കോട്ടയിലൂടെ നടക്കുന്നത് പോലെ തോന്നും. ഈ സംഭവങ്ങൾക്കൊക്കെ സാക്ഷിയാകുന്നത് പോലൊരു ഫീൽ. ധീരുലാൽ എന്നയാളുടെ അധീനതയിലുള്ള തമാശക്കോട്ട എന്ന സ്ഥലം വിനോദസഞ്ചാരികളുടെ പർദീസയാണ്. ആ മരുഭൂമിയിൽ പച്ചപ്പ് നിറഞ്ഞ ഒരേ ഒരു സ്ഥലം. കോടിക്കണക്കിന് രൂപ ചിലവാക്കിയാണ് കടൽവെള്ളം ശുദ്ധീകരിച്ച് ജലസേചനം നടത്തി അപൂർവമായ ആ പച്ചപ്പ് ധീരുലാൽ നിലനിർത്തുന്നത്. പലതരം മനോഹര കാഴ്ചകളും വിനോദങ്ങളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും സർക്കസ് കാട്ടുന്ന മൃഗങ്ങളും പക്ഷികളും ചൂതാട്ട കേന്ദ്രങ്ങളും എന്ന് വേണ്ട സന്ദർശകരെ രസിപ്പിക്കാനുള്ളതെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കവാടത്തിലുള്ള ഒരു പ്രതിമയാണ്. കുന്തമേന്തി നിൽക്കുന്ന ദ്വാരപാലകന്റെ ആ പ്രതിമ. പക്ഷേ ശരിക്കും അത് പ്രതിമയല്ല, പ്രതിമയായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അതിനകത്തിലാണ് കഥയുടെ ഫാന്റസി എന്ന് പറയുന്നത്. ആ ഒരു പ്രതിമയെക്കുറിച്ചാണ് ഈ നോവൽ. ഈ പ്രതിമ മനുഷ്യനെ ചിരിപ്പിക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് വലിയ സമ്മാനങ്ങളുണ്ട്. ചുപ്പൻ എന്നാണ് ധീർലാൽ പ്രതിമയെ വിളിച്ചിരുന്നത്. അതായത് പ്രതിമയുടെ പേര് ചുപ്പൻ എന്നായിരുന്നു. അയാൾ അതിരാവിലെ എവിടുന്ന് വരുന്നുവെന്നോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകുന്നുവെന്നോ ആർക്കും അറിയില്ല. രാവിലെ പാൽക്കാരന്റെ വേഷത്തിൽ, അതായത് പുലർച്ചെ എത്തുന്ന അയാൾ കോട്ടയ്ക്കകത്ത് തനിക്ക് മാത്രമായുള്ളൊരു മുറിയിൽ ചെന്നിട്ട് പ്രതിമയായിട്ട് വേഷമിടും. എന്നിട്ട് രഹസ്യ തുരങ്കം ഉണ്ടതിൽ. ആ രഹസ്യ തുരങ്കത്തിലൂടെ പ്രദർശന പീഠത്തിലെത്തും. അതായത് ഒരു പീഠത്തിലാണ് ഈ പ്രതിമ നിൽക്കുന്നത്. അപ്പൊ അവിടേക്കെത്തും. കാണികൾ എത്തിത്തുടങ്ങുന്നതിനൊക്കെ മുൻപേ തിരശീല നീങ്ങുമ്പോൾ പ്രതിമ അവിടെ ഉണ്ടാകും. ആ നിൽപ്പ് സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീളും. കോട്ടയിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടന ദിവസം അനാച്ഛാദനം ചെയ്യപ്പെടേണ്ട പ്രതിമ റെഡിയാകാതെ വന്നപ്പോൾ ആകസ്മികമായാണ് ധീർലാൽ ചുപ്പൻ എന്ന ജീവനുള്ള പ്രതിമയെ കണ്ടെത്തുന്നത്. ചുപ്പനെ കണ്ടതും പ്രതിമയായിട്ട് നിൽക്കാൻ ഇയാൾ കൊള്ളാമെന്ന് ധീർലാൽ അങ്ങ് തീരുമാനിക്കുന്നു. പ്രതിമയായി പകൽ മുഴുവൻ നിൽക്കുന്ന ആ ഒരു കഠിന ജോലി, പ്രതിമയെന്ന് പറയുമ്പോൾ അനങ്ങാതെ നിൽക്കണം, ആ ഒരു ജോലിക്ക് ചുപ്പൻ ചോദിച്ച് ശമ്പളം കൊടുത്തു ധീർലാൽ. ദിവസവും പോയി വരാൻ അനുവദിക്കണമെന്നും, അതായത് ചുപ്പന് കുറച്ച് ഡിമാൻഡുകളൊക്കെ ഉണ്ടായിരുന്നു. ദിവസവും വീട്ടിൽ പോയിട്ട് വരണം, ദ്വീപിലെ സ്വർഗത്തിലൊന്ന് പോകാൻ അനുവദിക്കണം. ഇതായിരുന്നു ചുപ്പന്റെ വ്യവസ്ഥകൾ. കുറെ കിലോമീറ്ററുകൾക്കൊക്കെ അകലെ കടലിൽ ധീർലാലിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഒരു വിനോദ കേന്ദ്രത്തെയാണ് ഈ ചുപ്പൻ ദ്വീപിലെ സ്വർഗം എന്ന് പറഞ്ഞത്. അവിടെ പോകാനാണ് ചുപ്പൻ എന്നും ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. കോടികൾ ചെലവഴിക്കാൻ കഴിയുന്നവർക്ക് മാത്രം വിനോദത്തിനുള്ള ഒരിടമാണ് ഈ ദ്വീപിലെ സ്വർഗം എന്ന് പറയുന്നത്. അവിടെ ഒരിക്കലെങ്കിലും പോകണമെന്ന ആഗ്രഹം പ്രതിമ, അതായത് ചുപ്പൻ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചു. പക്ഷെ ധീർലാൽ പെട്ടെന്നൊന്നും അതിന് സമ്മതിക്കുന്നില്ല. ധീർലാൽ പല ന്യായങ്ങൾ പറഞ്ഞ് ആ ആവശ്യം ഇങ്ങനെ നീട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കോട്ടയിലെ പഴയൊരു അഭ്യാസി ഉണ്ടായിരുന്നു, പേര് വൈരം. ആ വൈരത്തിന് അവിടെ ഒരു പ്രശ്നം ഉണ്ടായതിന് വൈരത്തിനെ ജോലിയിൽ നിന്നങ്ങ് ഒഴിവാക്കി, പിരിച്ചുവിട്ടു. വൈരത്തിനെ പിരിച്ചുവിടുന്നു. ചുപ്പനെ എങ്ങനെയെങ്കിലും കൂട്ടുപിടിച്ച് സ്വന്തമായി ഒരു അഭ്യാസ സംഘം രൂപീകരിക്കാനായി പിന്നെ വൈരത്തിന്റെ ശ്രമയെ സ്വന്തമാക്കണമെന്ന് അവൾ അന്നേ തീരുമാനിച്ചതാണ്. മത്സരത്തിൽ ജയിച്ചാൽ 3 ദിവസത്തേക്ക് പ്രതിമയെ സ്വന്തമാക്കാമെന്ന വ്യവസ്ഥയിൽ രാജകുമാരി എത്തിയിരിക്കുകയാണ്. തോറ്റാലോ? ഇനി ബാക്കി കഥ അറിയണമെങ്കിൽ ഈ കുഞ്ഞു നോവൽ വായിച്ചേ മതിയാവും. അത് വായിക്കുക തന്നെ വേണം എന്നാണ് ഞാൻ പറയുന്നത്. ഫാന്റസിയുടെ വർണ്ണപ്പൊട്ടുകളിൽ പൊതിഞ്ഞെടുത്ത ഒരു അപൂർവ നിധിയാണ് പ്രതിമയും രാജകുമാരിയും.
ഇതൊരു സിനിമ ആയിരുന്നെങ്കിലെന്ന് വായനക്കാരൻ ആഗ്രഹിച്ചാൽ ഒരു അത്ഭുതവുമില്ല. മറ്റൊരു കഥയുമായി അടുത്ത ദിവസം കിതാബ് തുറക്കാം അല്ലേ? ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.